ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ഏരിയ റിവ്യൂ ആണ്. പോർട്ട് വ്യൂ ടെസ്റ്റ് ഏരിയ റിവ്യൂ. അതിലോട്ട് പോകാം. ഇവിടെ നമുക്ക് കാണാം, നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ പോർട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ 40 കിലോമീറ്ററാണ് ഈ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള സ്പീഡ്. അപ്പം നമ്മളതൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ റോഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാം, വണ്ടിയുടെ പൊസിഷൻ രണ്ട് സൈഡിലും ഒരേ ഗ്യാപ്പ് ഇട്ട് നമ്മൾ വണ്ടി റോഡിൽ പൊസിഷൻ ചെയ്ത് വേണം ഓടിക്കാനായിട്ട്. ഇവിടെ ഇൻസൈഡിലോട്ട് നമുക്ക് റൈറ്റ് കിട്ടും. റൈറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടേൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ റൈറ്റ് സൈഡ് ടയർ കർവ് സ്റ്റോണിൽ അടുത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് അത്രയും ആ കറക്റ്റ് ലെവൽ അവർ റൈറ്റിലോട്ട് തിരിയുന്ന സമയത്ത് രണ്ട് സൈഡിലെ ലൈൻ ഒരേ ഗ്യാപ്പിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ വണ്ടി നിർത്തി വേണം തിരിക്കാനായിട്ട്. അത് സിഗ്നലിലായാലും ഈ ടേണിങ്ങുകളിലായാലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പെഡസ്ട്രിയൻസ് ആണ്. ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് പെഡസ്ട്രിയൻസ് ഉണ്ട്. അപ്പോൾ ആ പെഡസ്ട്രിയൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. പിന്നെ റോഡിലുള്ള മാർക്കിങ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. റോഡിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ മാർക്കിങ്സ് വളരെ ക്ലിയർ ആയിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു റൗണ്ട് അബൌട്ടാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള റൗണ്ട് അബൌട്ടാണ്. റൗണ്ട് അബൌട്ട് സിംഗിൾ റോഡ് റൗണ്ട് അബൌട്ടാണ്. അപ്പം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വേറെ ലൈൻ ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഒരു മെയിൻ റോഡിലേക്കാണ്. ആ മെയിൻ റോഡിൻ്റെ പ്രത്യേകത 70 per ആണ്, 70 സ്പീഡാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. ഇവിടെ അതുപോലെ തന്നെ പെഡസ്ട്രിയൻ ക്രോസ് ഉണ്ട്. പെഡസ്ട്രിയൻ ക്രോസിൽ നമ്മളൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് പോവുക. ഇനി നമ്മൾ ചെന്ന് ആ മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ലൈൻ നിർത്തുക, ലെഫ്റ്റ് സൈഡ് നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് വണ്ടി ഫ്ലോ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങുക. ഇവിടെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ഉടനെ തന്നെ നമുക്ക് ലെഫ്റ്റ് ലൈൻ ചേഞ്ച് ആണ് കിട്ടുന്നത്. ലൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ യു ടേൺ കിട്ടും. ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സെൻട്രൽ മിറർ, ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡ് മിറർ, ഷോൾഡർ, പിന്നെ റൈറ്റ് സൈഡ് മിറർ, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി ചേഞ്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ സിഗ്നൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ് പോകുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ യു ടേൺ അടിപ്പിക്കാം, ചിലപ്പോൾ ലെഫ്റ്റ് പോവാം. അപ്പോൾ അത് നമ്മൾ നേരത്തെ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ പെർഫോം ചെയ്യുക. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മുന്നോട്ട് പോയിട്ട് ഇവിടെ ഒരു യു ടേൺ വരും. ആ യു ടേണിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റും, അപ്പുറത്തെ റോഡിൽ നിന്ന് ഇങ്ങോട്ടും വരാൻ പറ്റുന്ന ഒരു 2 റോഡുള്ള ഒരു യു ടേൺ ആണ്. അപ്പോൾ ആ യു ടേണിൽ നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പോൾ അത് വരുന്ന റോഡിലോട്ട് ആവരുത് നമ്മളുടെ വണ്ടി പൊസിഷൻ ചെയ്യുന്നത്. അതവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ ഹമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് യു ടേണിലോട്ട് കയറുന്ന സമയത്ത് കണ്ടോ, സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിയുടെ സ്റ്റോപ്പ് ലൈനാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകാനുള്ള നമ്മുടെ ലൈൻ റൈറ്റ് സൈഡിലുണ്ട്. അതിന് ആ ലൈൻ്റെ എൻഡിൽ ഒരു സ്റ്റോപ്പ് ലൈനുണ്ട്. സെൻട്രൽ ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വണ്ടി വരാനും ഇപ്പുറത്തുനിന്ന് അങ്ങോട്ട് പോകാനുമുള്ള ഒരു യു ടേൺ ആണ്. ഇത് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ സ്റ്റോപ്പ് ബോർഡിൽ നിർത്തി റൈറ്റ് സൈഡ് നമ്മൾ വണ്ടി നോക്കി നമ്മൾ ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യേണ്ടത് റൈറ്റ് മോസ്റ്റ് ലൈനിലായിരിക്കണം. അപ്പോൾ ആ ലാൻഡ് ചെയ്യുന്ന പൊസിഷനൊക്കെ നിങ്ങൾ കറക്റ്റ് ആക്കുക. വണ്ടിയുടെ രണ്ട് സൈഡിലെയും ഗ്യാപ്പ് ഒരേപോലെ ആവാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ സിഗ്നൽ റൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സിഗ്നലിന് സ്ട്രെയിറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എക്സാമിനർ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക, ക്ലിയറായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ബോർഡ് കാണാം. ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് എടുത്തിട്ട് ഞാൻ റൈറ്റിലോട്ട് തിരിയുകയാണ്. ഇപ്പോൾ റൈറ്റിലോട്ട് തിരിയുമ്പോൾ അവിടെ ഒരു ഫ്രീ റൈറ്റ് ആണ്. എല്ലാ ഫ്രീ റൈറ്റിലും പെഡസ്ട്രിയൻ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെന്ന് കയറിയാൽ നമ്മളുടെ ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈന്. അവിടെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഡ്രൈ ഡോക്കിലോട്ട് പോകാനുള്ള വണ്ടികൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് നോക്കി നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യുക. അവിടെ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻഡിക്കേറ്റർ ഇടുന്നതിന് മുമ്പ് സെൻട്രൽ മിറർ നോക്കുക, ആ മിറർ ചെക്ക്, ഹെഡ് ചെക്ക് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു പെഡസ്ട്രിയൻ വരും. പെഡസ്ട്രിയൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സിഗ്നലാണ് മുന്നിൽ വരുന്നത്. അപ്പോൾ ആ സിഗ്നൽ മുന്നിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ മിക്കവാറും സിഗ്നൽ യു ടേൺ ആണ് പറയുന്നത്. സിഗ്നൽ യു ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ലൈൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സ്പീഡ് 70 km/h ആണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇവിടെ കണ്ട നമുക്ക് പെഡസ്ട്രിയൻ ഉണ്ട്. അപ്പോൾ പെഡസ്ട്രിയന് തൊട്ട് മുന്നായിട്ട് ആ സ്ട്രെയിറ്റ് ലൈനുള്ള അടുത്ത് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പെഡസ്ട്രിയൻ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റിലോട്ട് ലൈൻ ചേഞ്ച് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് 1 by 1 ലൈൻ ഇൻഡിക്കേറ്റർ മിറർ ചെക്കും ഷോൾഡർ ചെക്കും എല്ലാം കറക്റ്റായി ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ യു ടേണിൻ്റെ ബേയിൽ വരിക. യു ടേണിൻ്റെ ബേയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആ യു ടേണിൻ്റെ സമയം സിഗ്നലായി കഴിഞ്ഞാൽ നമ്മൾ യു ടേൺ ചെയ്യുക. യു ടേൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡ് കർവ് സ്റ്റോൺ, അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നത് റൈറ്റ് മോസ്റ്റ് ലൈനിൽ പോയി ലാൻഡ് ചെയ്യുക. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ലൈനിൽ ലാൻഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക. റോഡിൽ നമ്മുടെ എങ്ങോട്ടാണ് തിരിയേണ്ടത് ഇതൊക്കെ എക്സാമിനറിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ റോഡിൽ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ റൈറ്റ് തിരിഞ്ഞ് വരുമ്പോൾ അറിയാം ഫ്രീ റൈറ്റിലെല്ലാം പെഡസ്ട്രിയൻ ഉണ്ടാകും. ഇവിടെ പെഡസ്ട്രിയൻ ജസ്റ്റ് ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇൻസൈഡ് നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിലോട്ടാണ് കയറിയേക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയുടെ സ്പീഡ് 40 km/h ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 റൗണ്ട് അബൌട്ട് ഉണ്ട്. അപ്പോൾ ആ റൗണ്ട് അബൌട്ട് ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയുടെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് ലൈനിലൂടെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് ഇപ്പുറത്ത് കയറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇപ്പോൾ ഈ റൈറ്റ് തിരിഞ്ഞ് പോയി ഒരു റൗണ്ട് അബൌട്ട് ചുറ്റി അങ്ങനെ കുറച്ച് റൗണ്ട് അബൌട്ടും ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഈ ബിൽഡിങ്ങുകളുടെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ എക്സാമിനർ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇനി മറ്റൊരു ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ ആ വന്ന അതേ റൈറ്റ് ടേണിൽ വന്നു. ഇനി റൈറ്റ് ടേണിൽ വന്ന് പെഡസ്ട്രിയൻ കഴിഞ്ഞു. നമ്മൾ വണ്ടി നോക്കി ലെഫ്റ്റ് സൈഡ് നോക്കി റോഡിലോട്ട് ഇറങ്ങി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന മെയിൻ സിഗ്നലിൽ നിന്ന് ഫ്രീ റൈറ്റ് എടുക്കുക. ഫ്രീ റൈറ്റ് ആണെങ്കിലും റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ സിഗ്നലുണ്ട്. അപ്പോൾ ആ സിഗ്നലിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മളിവിടെ ലൈൻ ചേഞ്ച് ചെയ്യുന്നു. പെഡസ്ട്രിയനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ മിക്ക ടെസ്റ്റ് സെൻറ്ററിലും പെഡസ്ട്രിയൻ ഉണ്ട്. അതുകൊണ്ട് 70 km/h സ്പീഡ്. ഈ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുക. ഇത് നമ്മളിപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് പോവുകയാണോ അതോ റൈറ്റ് പോവുകയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും എക്സാമിനറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ അങ്ങനെ മിസ്റ്റേക്ക് വരും. എക്സാമിനറുടെ ഇൻസ്ട്രക്ഷൻ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുള്ള ചിലപ്പം മിസ്റ്റേക്സൊക്കെ വരാം. ഇവിടെ നമ്മൾ യു ടേൺ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ വന്ന അതേ മെയിൻ സിഗ്നലിൽ യു ടേൺ അടിക്കുന്നു. അപ്പോൾ യു ടേൺ അടിക്കുന്ന നമ്മൾ ഇവിടെ നോക്കൂ, കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് യു ടേൺ അടിക്കുക. യു ടേൺ അടിച്ച് നമ്മൾ വന്നു കഴിഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് ലൈനിൽ നമ്മൾ ലാൻഡ് ചെയ്തു. പക്ഷേ അപ്പുറത്ത് ഫ്രീ ബെൻഡിന് വരുന്ന വണ്ടിക്ക് അവിടെ ഒരു ലൈനും കൂടെ ഉണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് ചെയ്ത് വരാനൊക്കെ സാധ്യതകളുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഈ നിങ്ങൾ യു ടേൺ അടിച്ച് ചെല്ലുന്ന ലൈനിലോട്ട് മറ്റേ വണ്ടികൾ മെർജായി വരുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പോകണം. ഇതെന്ന് പറയുന്നത് ഞാൻ സ്ട്രെയിറ്റ് പോകുന്ന ആ സിഗ്നലിൽ നിന്ന് സ്ട്രെയിറ്റ് പോകുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അത് പോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് പോയാൽ അവിടെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. ആ റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ 2 ലൈനുള്ള റൗണ്ട് അബൌട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് സിംഗിൾ ലൈനുള്ള റൗണ്ട് അബൌട്ട്. ഇതെന്ന് പറയുന്നത് 2 റൗണ്ടുള്ള റൗണ്ട് അബൌട്ടാണ്. ഇത് നമ്മൾ റൈറ്റ് എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത്.
ലെഫ്റ്റ് ലൈൻ ചേഞ്ച് ചെയ്തു. നമ്മൾ യെസ്, ലൈൻ ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റിലോട്ട് കണ്ടോ, നിങ്ങൾക്ക് അവിടെ മാർക്കിങ് കാണാൻ പറ്റും. സ്ട്രെയിറ്റ് പോയിട്ട് സിഗ്നൽ റൈറ്റ് ആണ്. സിഗ്നൽ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്ക് സിഗ്നലുണ്ട്. അല്ല സോറി, ഇത് നമ്മൾ സ്ട്രെയിറ്റ് പോകണം. റൈറ്റ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണ്. സിഗ്നൽ ഗ്രീൻ ആയാൽ ഇതാണ് ഞാൻ സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ ഒരു ഞാൻ പറഞ്ഞില്ലേ 2 ലൈനുള്ള റൗണ്ട് ഓബോട്ടിലോട്ട് പോണ ഒരു വഴിയാണ്. അപ്പോൾ ഈ ഒരു മെയിൻ സിഗ്നലാണ് ഒന്നുകിൽ യു ടേൺ, അല്ലെങ്കിൽ ലെഫ്റ്റ് ടേൺ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടേൺ. ഇതെല്ലാം ഈ മെയിൻ സിഗ്നലിൽ തന്നെ, ഇതാണ് മെയിൻ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ മെയിൻ സിഗ്നലിൽ തന്നെയാണ് എല്ലാം വരുന്നത്. അപ്പോൾ അത് എക്സാമിനറിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഒന്നുകിൽ നമ്മൾ ഇത് സ്ട്രെയിറ്റ് പോണ റോഡാണ്. അപ്പോൾ സ്ട്രെയിറ്റ് പോണ റോഡിൽ നമ്മൾ മുന്നോട്ട് ചെല്ലും, ഒരു റൗണ്ട് കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴാണ് ഒരു റൗണ്ട് ഓബോട്ട് കിട്ടുന്നത്. ആ റൗണ്ട് ഓബോട്ടിൽ 2 ലൈനുണ്ട്. അതുപോലെ തന്നെ 4 സൈഡിലോട്ടും റൈറ്റും ഉണ്ട്, ലെഫ്റ്റും ഉണ്ട്, സ്ട്രെയിറ്റും ഉണ്ട്, യു ടേണും ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളടുത്ത് മിക്കവാറും യു ടേൺ ആയിരിക്കും പറയുന്നത്. കാര്യം സ്ട്രെയിറ്റ് പോയാൽ പോട്ടായിരിക്കും, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അല്ലാതെ ഒരു കച്ച റോഡിലോട്ടൊക്കെയാണ്. അപ്പം നിങ്ങൾ മിക്കവാറും യു ടേൺ ആണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്ത് ഇൻസൈഡ് ട്രാക്ക് പിടിച്ച് യു ടേൺ അടിക്കാനായിട്ട് നോക്കുക. റൗണ്ട് ഓബോട്ടിൽ യു ടേൺ അടിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേരത്തെ എന്നെ ഇതിന് മുന്നേ എല്ലാം ഞാൻ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കാണുക. ഇതാണ് ആ റൗണ്ട് ഓബോട്ട്. കണ്ട, നമ്മൾ ലെഫ്റ്റ് സൈഡ് ലൈൻ പിടിച്ച് കാര്യം യു ടേൺ അടിക്കാനായിട്ട് റൗണ്ട് ഓബോട്ട് 40 കിലോമീറ്ററാണ് അവിടുത്തെ സ്പീഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ യു ടേൺ അടിക്കാനായിട്ട്, അപ്പോൾ അകത്തെ ലൈൻ പിടിച്ച് അങ്ങനെ യു ടേൺ അടിക്കുന്നു. ഓക്കെ, അത് ഒരെണ്ണം. അതാ കറക്റ്റ് വലിയൊരു റൗണ്ട് ഓബോട്ടാണ്. അപ്പോൾ നമ്മൾ കറങ്ങി വരുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവേണ്ട, യു ടേൺ അടിക്കുമ്പോൾ എക്സിറ്റ് ആവേണ്ട റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം അതിനകത്ത് 3-4 റോഡുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ എക്സിറ്റ് ആവാനായിട്ട്. ഓക്കെ, ഇനി ആ സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റ് പോകുന്നതാണ്. റൈറ്റ് പോകുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെയിൻ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോകുന്നത്. റൈറ്റ് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു വലിയ സിഗ്നൽ കിട്ടും. ആ സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റ് പോവുകയാണ്. റൈറ്റ് തിരിയുന്ന സമയത്ത് അവിടെ പെഡസ്ട്രിയൻ ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ പെഡസ്ട്രിയൻ എപ്പോഴും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു റൈറ്റാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചേ പോകാവൂ. കണ്ട, പെട്ടെന്ന് ആൾക്കാർ ചിലപ്പോൾ ഈ സ്കൂട്ടറോ സൈക്കിളോ ഒക്കെ പെട്ടെന്ന് പാസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ചെന്നിറങ്ങുന്നത് 80 കിലോമീറ്റർ സ്പീഡിൻ്റെ വലിയൊരു റോഡിലേക്കാണ്. 80 കിലോമീറ്റർ സ്പീഡിൻ്റെ പെഡസ്ട്രിയന് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പോകണം. അത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് മെർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ റോഡാണ്, 80 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നുകിൽ റൈറ്റ് എടുത്ത് നമ്മൾ ഈ സ്കൂളിലോട്ട് തിരിച്ചു പോകും, അതല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും നമ്മളെ സ്ട്രെയിറ്റ് എടുത്ത് കിട്ടുന്ന സിഗ്നലിൽ നിന്ന് വീണ്ടും ഒരു യു ടേണും കൂടെ വരാൻ സാധ്യതയുണ്ട്. കാര്യം 3 ലൈനുള്ള ഒരു സിഗ്നലാണ്, അല്ലെങ്കിൽ 4 റോഡുള്ള ഒരു വലിയ റോഡാണ്, 80 കിലോമീറ്ററിൻ്റെ സ്പീഡാണ്. അപ്പോൾ ആ റോഡിൽ ഒരു യു ടേൺ എങ്ങനെ അടിക്കുന്നതും ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പം അതെ, ഞാൻ ഇവിടെ ആ യു ടേൺ ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ആ യു ടേണിലോട്ടാണ് പോകുന്നത്. കണ്ട, അപ്പോൾ ലൈൻ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഷോൾഡർ ചെക്ക് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് നമ്മൾ യു ടേൺ അടിക്കുകയാണ്. അപ്പോൾ യു ടേൺ അടിക്കുന്ന പറഞ്ഞാൽ നമ്മൾ യു ടേൺ അടിച്ച് ചെല്ലുന്നത് ഒരു 4 ലൈനുള്ള വലിയ റോഡിലേക്കാണ്. അപ്പം അവിടെ നമ്മൾ എങ്ങനെ യു ടേൺ അടിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ യു ടേൺ അടിച്ച് ചെന്ന് റൈറ്റ് മോസ്റ്റ് ലൈനിൽ ആണ് ലാൻഡ് ചെയ്യേണ്ടത്. ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്നത് 2 റോഡ് ക്രോസ് ചെയ്ത് ചെന്ന് കയറരുത്. നല്ല രീതിയിൽ ടേൺ ചെയ്ത് വണ്ടി സ്ട്രെയിറ്റ് ആക്കി ലാൻഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോയിട്ട് ചിലപ്പോൾ ലെഫ്റ്റ് എടുക്കാനോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ റോഡും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു വിജയം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്യാം, എന്നെ വിളിക്കാം, എന്നെ വാട്സാപ്പ് ചെയ്യാം. നന്ദി.